കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും വയോധികരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ സംഘത്തിന് ഉൾപ്പെട്ട 10ഓളം പേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമി സംഘം മുമ്പും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരു പറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവുമില്ലാതെ നാട്ടുകാരെയും ഇവിടെ താമസിക്കുന്നവരുടെ വീടുകളിലും കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഇവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ എൻ്റെ മരുമകൻ്റെ വണ്ടി നന്നാക്കുന്നതിന് വേണ്ടി താഴത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ദീപുവിനെ വിളിച്ചു വരുത്തി നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് 10-15 പേര് മദ്യപിച്ച് മയക്കുമരുന്ന് അടിച്ചിട്ട് ഓടിക്കേറി വന്ന് പിന്നെ എന്നെ പിടിച്ച് തള്ളുകയും ദീപുവിനെ തല്ലുകയും ചെയ്തു. എൻ്റെ ഭാര്യ സിറ്റൗട്ടിൽ നിൽക്കുമായിരുന്നു. സിറ്റൗട്ടിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ വലിച്ചിറക്കി ഭാര്യയുടെ കൈക്കെട്ടടിക്കുകയും അസത്യങ്ങൾ പറയും, ഭാര്യയെ അസത്യമായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അവളെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ കാലിനിട്ട് ചവിട്ടി എൻ്റെ കാലിൻ്റെ ഒരു വശം തിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്നെ കൊല്ലുമെന്നാണ് ഇവരിറങ്ങി വന്നാലും എന്നെ കുത്തി കീറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് സംരക്ഷണമാണ്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരായിരിക്കും അതിൻ്റെ ഉത്തരവാദി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. കൊച്ചുതോവാള സ്വദേശി പള്ളിവാതുക്കൽ ടോമി, ഭാര്യ മേരിക്കുട്ടി, ഊവൻമലയിൽ സജി, കുമ്പക്കാട്ട് ഷിബു, സിപിഎം കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ KG, കൊല്ലംപറമ്പിൽ ദീപു, ഇദ്ദേഹത്തിന്റെ മാതാവ് ഓമന, പിതാവ് പരമേശ്വരൻ എന്നിവർക്കാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റത്. ഇതിനു മുമ്പും മൂവേഴ്സ് മൗണ്ടിൽ അവിടെ നടന്ന ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടപ്പന പോലീസ് എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിൽ തുടർച്ചയായി അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ ഇന്നലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കർക്കശമായ നിയമ നടപടികൾക്ക് വിധേയമായി മാതൃകാപരമായി ഇവിടെ സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയണം. നിയമപരമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇവരുടെ മുന്നിൽ ചേർക്കണം. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കെതിരെ CPIM-ഉം അതിൻ്റെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായി ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കമ്പിവടി, കോടാലി തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റ സ്ത്രീകളടക്കം പറയുന്നത്. വീടുകളിലുണ്ടായിരുന്നവരും കൊച്ചുതോവാളയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയവരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവർക്കുമാണ് അക്രമത്തിൽ പരിക്കേറ്റത്. യാതൊരു പ്രകോപനവും കൂടാതെയാണ് ആക്രമിച്ചതെന്നാണ് പരാതി. CPM-ന്റെ കൊച്ചുതോവാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോന് കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത്. അക്രമി സംഘത്തിൽ ഏകദേശം 16ഓളം പേർ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ ഷെബിൻ എന്ന് പറയുന്ന ആള് നേരെ കയറി ടോമിച്ചേട്ടൻ്റെ വീടുകളിലോട്ട് വന്നിട്ട് ടോമിച്ചേട്ടനോട് പറഞ്ഞു, എൻ്റെ അപ്പനെ തല്ലിയിട്ട് ഭയങ്കരമായിട്ട് വൃത്തികെട്ട ഒറ്റപ്പെടുത്തി തെറിയും വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരുത്തനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടോമിച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ടോമിച്ചേട്ടൻ പറഞ്ഞു, ഞങ്ങളിവിടെ എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന, അപ്പോൾ തെറിയും വെള്ളമൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ടോമിച്ചേട്ടൻ, അപ്പോൾ ഞാനും പറഞ്ഞു, ഇപ്പോൾ ഷാമിച്ചേട്ടനുമായിട്ട് ആ പ്രശ്നമെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാനൊരു തെറി ഒരു വർത്തമാനങ്ങൾ പോലും പറഞ്ഞില്ല. അപ്പോൾ തന്നെ ഇമാർ 10-15 പേര് കൂടി നമ്മളെ നിവർത്തിക്കുകയായിരുന്നു. എൻ്റെ തലക്കിട്ടൊക്കെ ചെടി വെച്ച് അടിച്ചു. പിന്നെ മൊത്തം ഒരു 10-20 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. അദ്ദേഹം വഴിക്ക് വെച്ച് ഓട്ടോയിട്ട് വന്ന് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് 4 വണ്ടിക്ക് വന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് എൻ്റെ അച്ഛനെ ആരാ തല്ലിയെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് തല്ലുക. ഇവരുമായിട്ട് ഞാൻ മുൻപരിചയോ കണ്ടുപരിചയോ ഒന്നുമില്ല. ഞാൻ പറമ്പിൽ പണിയും കഴിഞ്ഞിട്ട് വന്ന് വണ്ടി ഓട്ടോ കൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് നടന്ന സംഘത്തിന് പോയത്. അന്നേരം ഞങ്ങൾ രണ്ടുപേരോട് വർത്താനം പറയുന്നു. ആദ്യമേ അടിക്കുന്ന എനിക്കിട്ട് എന്നെ പിടിച്ചു മാറ്റാനായിട്ട് വന്ന് ഈ ഇയാൾക്ക് അടിച്ചു.
ലഹരിക്ക് അടിമകളായ ആളുകളാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഇതിനു മുമ്പും സമാന രീതിയിൽ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ 10 പേരെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പുത്തമ്പുരക്കൽ വിഷ്ണു വിജയൻ, കളിക്കൽ ശ്രീനാഥ്, വണ്ടളക്കുന്നേൽ അഭിജിത്ത്, ഇളന്തുരുത്തിയിൽ ഷെബിൻ മാത്യു, പാലക്കൽ സോബിൻ ജോസഫ്, മുട്ടേടത്ത് മഠത്തിൽ ബിബിൻ മാത്യു, മുട്ടേടത്ത് മഠത്തിൽ എബിൻ മാത്യു, പുൽപ്പാറയിൽ സഞ്ജയ്, ഓണാട്ട് രാഹുൽ, വഴുവനക്കുന്നേൽ ശരത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.